ഹജറുൽ അസ്വദ് മാത്രമാണ് ലോകത്ത് ശിലകളിൽ പ്രത്യേകം ചുംബിക്കുന്നതും തടവുന്നതും ഒക്കെ പുണ്യം പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള കല്ലെന്ന് പറയുന്നത്. ആ ഹജറുൽ അസ്വദിന്റെ സമീപത്ത് പോലും അതിനെ ചുംബിക്കാൻ സാധ്യമാകുമെങ്കിൽ മാത്രമാണ് നമുക്കത് സുന്നത്തുള്ളത്. സാധ്യമാകില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ സംഗമഭൂമിയിൽ ആ പ്രദേശത്ത് വെച്ച് തിക്കും തിരക്കും കൂട്ടിയിട്ട് ഹജറുൽ അസ്വദിനെ ചുംബിക്കലും അതിനെ കൈകൊണ്ട് തൊടലുമൊക്കെ ഒരു സുന്നത്ത് മാത്രമാണ്. പക്ഷേ ആ ഒരു സുന്നത്തെടുക്കാൻ വേണ്ടി ആണും പെണ്ണുമൊക്കെ പരസ്പരം സ്പർശിച്ചും തിരക്കിയും മറ്റുള്ളവനെ ദ്രോഹിച്ചും ആക്രമിച്ചും അവനെ കൈകൊണ്ട് തടഞ്ഞും അതുപോലെ തന്നെ ബലം പ്രയോഗിച്ചും ബഹളങ്ങൾ സൃഷ്ടിച്ചുമൊക്കെ ആ ഒരു സുന്നത്തെടുക്കാൻ വേണ്ടി ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നത് കാണാം. ഹാജിമാരെ, നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കരുത്. നമുക്ക് അല്ലാഹു പ്രതിഫലം തരും. അവിടെയുള്ള ഹാജിമാരെ ദ്രോഹിക്കരുതെന്ന നിലക്ക് ഞാനിതാ സമാധാനത്തോടുകൂടി എനിക്ക് ഇത്രയേ കഴിയൂ എന്ന നിലക്ക് അവന് കഴിയാവുന്ന നിലക്ക് അവൻ മാറി നിന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചാൽ തന്നെ അവന് ആ ചുംബിച്ച പ്രതിഫലം അല്ലാഹു തആല കൊടുക്കും. കാരണം അവൻ ചുംബിക്കുന്നത് വെറുപ്പുണ്ടായിട്ടല്ല, അവന് കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ഉദ്ദേശത്തിന് തന്നെ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തിരക്ക് കൂട്ടിയിട്ട് ഹറാമു ചെയ്യാൻ പോകരുത്, ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ കഅബാലയത്തിന്റെ ഈ രണ്ട് മൂലകളല്ലാത്ത മറ്റേതെങ്കിലും മൂലകളിലോ അതല്ലെങ്കിൽ അതിന്റെ ചുമരുകളിലോ അതിന്മേൽ തൂക്കിയിട്ടിട്ടുള്ള ആ കർട്ടനിലോ ചുംബിക്കാനോ തൊടാനോ ഉമ്മ വെക്കാനോ അതല്ലെങ്കിൽ അതിന്മേൽ തടവിക്കൊണ്ട് ബറക്കത്തെടുക്കാനോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിലൂടെ പഠിപ്പിക്കപ്പെട്ടത് എന്താണോ അതാണ് ഇസ്ലാമിൽ ബറക്കത്തായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരിമാരെ, ആ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്തെത്തുമ്പോ നിങ്ങൾക്ക് ഓർമ്മ വരില്ലേ മഹദിയായ ഹാജറ ബീവിയുടെ ധൈര്യം? ആ കഅബാലയം അവിടെ നിർമ്മിക്കപ്പെടുന്ന കാലഘട്ടത്തിന്റെ മുമ്പ് ജനവാസമില്ലാത്ത കേവലം ഊഷരഭൂമിയായി കിടന്നിരുന്ന ആരാരുമില്ലാതെ ആൾപ്പാർപ്പില്ലാത്ത ആ പ്രദേശത്തല്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യയായ ഹാജറ ബീവിയെയും കൈക്കുഞ്ഞായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കൊണ്ടുവന്ന് പാർപ്പിച്ചത്? അങ്ങനെ ആ കുഞ്ഞിനെയും സ്ത്രീയെയും ഭാര്യയെയും ഒറ്റക്കവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പോകുമ്പോൾ ഹാജറ ബീവി ചോദിച്ചില്ലേ, ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം അലൈഹിസ്സലാം മുന്നോട്ട് നടന്നപ്പോൾ ധീരവനിതയായ മഹദിയായ ഹാജറ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, അല്ലാഹു അമറക ബിഹാദാ, അള്ളയാണോ ഇപ്രകാരം ചെയ്യണമെന്ന് താങ്കളോട് കൽപ്പിച്ചത്? അതെ എന്ന ഭാവത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം അനുകൂല മറുപടി നൽകിയപ്പോൾ ഹാജറ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞില്ലേ, ഇതെന്നെങ്കിൽ എനിക്ക് പേടിയില്ല, ഞങ്ങൾക്ക് ഭയമില്ല. ലാ യുദയ്യിഉനാ, ആ അള്ളാഹ് ഞങ്ങളെ ഒരിക്കലും എന്തു ചെയ്യൂല, അവനൊരിക്കലും ഞങ്ങളെ കൈവടിയുകയില്ല. അതുകൊണ്ട് ധൈര്യമായി പൊയ്ക്കോളൂ. ഓ സഹോദരിമാരെ, ഹജ്ജിന്റെ പാഠമായി നിങ്ങൾ പഠിക്കണം. അള്ളാഹുവിൽ തവക്കുലാക്കുന്ന പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർക്ക് രക്ഷകനായിട്ട് അള്ളയുണ്ട്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആര് അള്ളാഹുവിൽ തവക്കുലാക്കുന്നുവോ അവന് അള്ള മതി. അതല്ലേ മഹനീയമായ കഅബാലയത്തിന്റെയും പരിശുദ്ധമായ മക്കയുടെയും ഒക്കെ ചരിത്രത്തിന് പ്രത്യേകമായ വളർച്ചയുടെ പടവുകൾക്ക് പിന്നീട് കാരണമായി തീർന്നത് ആ ഒരു തവക്കുലല്ലേ? അത് നമ്മൾ ഗൗരവത്തോടെ ആ പുണ്യപ്രദേശത്ത് നിന്ന് പഠിച്ചെടുക്കണം. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് നമുക്ക് സുന്നത്തുണ്ട്. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ മേൽവസ്ത്രം നമ്മൾ ആ ചുമൽ വെളിവാകുന്ന നിലക്കുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് ശരിയായ നിലക്ക് തന്നെയാണ് ചുറ്റിപ്പുതച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. അതുപോലെ തന്നെ തവാഫിന്റെ ശേഷം നമ്മൾ സഈ നടത്തുമ്പോൾ, സഫാ മറുവക്കടയിൽ സഈ നടക്കുമ്പോൾ അവിടെയും ഡ്രസ്സിന്റേതായ രീതി 2 ചുമലും മറക്കുന്ന നിലക്ക് തന്നെയാണ് വേണ്ടത്, അല്ലാത്ത രീതി നബിചര്യയിൽപ്പെട്ടതല്ല. അതുപോലെ മനസ്സിലാക്കുക, തവാഫിന്റെ ഓരോ ചുറ്റലിലും ഓരോ പ്രാർത്ഥനകൾ പ്രത്യേകം ഇങ്ങനെ പുസ്തകം നോക്കിയിട്ടും അല്ലാതെയുമൊക്കെ പലരും ഇങ്ങനെ ചൊല്ലി നടക്കുന്നത് കാണുമ്പോൾ ഹാജിമാരെ തെറ്റിദ്ധരിച്ചു പോകരുത്. 1ാമത്തെ ചുറ്റലിൽ 2ാമത്തെ ചുറ്റലിൽ ചൊല്ലേണ്ട പ്രാർത്ഥന എന്ന നിലക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണിപ്പെറുക്കി ഓരോരുത്തരും ഇങ്ങനെ ബുക്ക് നോക്കിയും അല്ലാതെയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കറങ്ങി നടക്കുമ്പോൾ ഞങ്ങൾക്കിതൊന്നും പഠിക്കാൻ അവസരം കിട്ടിയില്ലല്ലോ എന്ന നിരാശാബോധമൊന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തവാഫിന്റെ വേളയിൽ പ്രത്യേകിച്ച് ചൊല്ലാനുള്ള പ്രാർത്ഥനകളൊന്നും അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതിനെ പിൻപറ്റലാണ് സുന്നത്ത്. അതിനെ പിൻപറ്റുന്നവർക്കാണ് പുണ്യമുള്ളത്, അതിൽ ഒതുങ്ങി നിൽക്കുന്നവർക്കാണ് പുണ്യമുള്ളത്. അതല്ലാത്ത ചില പ്രത്യേകമായ ദിക്റുകളും ദുആകളും കെട്ടിയുണ്ടാക്കിയത്, ആരൊക്കെയോ എഴുതിയുണ്ടാക്കിയത്, പിന്നീട് അവിടെ പുണ്യമുദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ ഓതി നടക്കുന്നത്, ചൊല്ലി നടക്കുന്നത് പുണ്യകർമ്മമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. നിങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും അത്തരത്തിലുള്ള ബിദ്അത്തുകളിലേക്ക് പോയാൽ. അതുപോലെ തന്നെ സഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സഫായിലേക്കുമുള്ള ആ നടത്തത്തിനിടയിലും നമുക്ക് പ്രത്യേകിച്ച് ചൊല്ലാൻ ഓരോ നടത്തത്തിലും ചൊല്ലേണ്ടതെന്ന നിലക്ക് പ്രത്യേകിച്ച് ദുആ ദിക്റുകളൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് ആദ്യമായി ആ തവാഫ് സഈ ആരംഭിക്കുന്ന വേളയിൽ സഫയിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്തോതുകയും പിന്നീട് അവിടെ നിശ്ചയിക്കപ്പെട്ട രൂപത്തിലുള്ള ചില ദിക്റുകളുണ്ട്. അത് ഹജ്ജിന്റേതായ മനാസിക്കുകൾ വിവരിക്കുന്ന പ്രഭാഷണത്തിലൂടെ, പുസ്തകങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ആവർത്തിക്കുന്നില്ല. ആ രൂപത്തിലുള്ള ദിക്റുകളും ദുആകളും നിർവഹിച്ച് മർവയിലേക്ക് നിങ്ങൾ നടക്കുമ്പോ ആ നടത്തത്തിൽ, ഒന്നാമത്തെ നടത്തത്തിൽ ചൊല്ലേണ്ട ദിക്റെന്ന നിലക്ക് ഒരു ദിക്റുകളും നമുക്ക് ചൊല്ലാനോ പറയാനോ ഇല്ല. അതേ അവസരത്തിൽ നമ്മുടെ ഐഹികവും പാരത്രികവുമായ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവിടെയും സർവ്വലോക പരിപാലകനായ അല്ലാഹുവിനോടുള്ള നേരിട്ടുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടത്. അവിടെയും തന്നെ നമുക്ക് ആ ഓടിയ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഓടുന്നു. സഫയുടെയും മർവയുടെയും ഇടയ്ക്ക് അടയാളപ്പെടുത്തിയ ആ സ്ഥലത്തെത്തുമ്പോൾ ഹാജറ ബീവി ഓടിയ ആ സ്മരണ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നു. പക്ഷേ അവിടെയും ഹാജറ ബീവിയോടുള്ള തേട്ടമില്ല, ഇബ്രാഹിം നബിയോടുള്ള പ്രാർത്ഥനയില്ല, ഇസ്മായിൽ നബിയോടുള്ള പ്രാർത്ഥനയില്ല. പ്രാർത്ഥന മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. അവരെ ഒന്നും ഓർക്കുന്നത് തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമാണ് മുസ്ലിം നിർവഹിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ സഈ 7 തവണ അവസാനിച്ചു കഴിഞ്ഞാൽ തലമുടി എടുക്കൽ സുന്നത്തുണ്ട്. പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒന്നുകിൽ തലമുടി പരിപൂർണമായി വടിച്ചു നീക്കലാണ്, അതല്ലെങ്കിൽ സാധാരണഗതിയിൽ തലയുടെ എല്ലാ ഭാഗത്തു നിന്നും ഒരുപോലെ നമ്മൾ മുടി വെട്ടി ചെറുതാക്കുന്ന രീതിയാണ്. ഇത് രണ്ടുമല്ലാതെ ഒരു കത്രിക എടുത്ത് വളരെ എളുപ്പം നിർവഹിക്കാമെന്ന നിലക്ക് തലയുടെ മുൻഭാഗത്തു നിന്നും സൈഡുകളിൽ നിന്നുമൊക്കെ 1, 2, 3 ഒക്കെ മുടി മുറിച്ച് നീക്കം ചെയ്തുകൊണ്ട് ഞാൻ മുടിമുണ്ടനം ചെയ്തു എന്ന് പറയുന്ന ഒരവസ്ഥ ഇസ്ലാം ഒരിക്കലും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുപോലെ തന്നെ ഹജ്ജിന്റേതായ കർമ്മങ്ങളിൽ ഹജ്ജിന് പോകുമ്പോൾ ദുൽഹജ്ജ് 8 നമ്മൾ പുറപ്പെടുന്ന മിന, അതുപോലെ തന്നെ ദുൽഹജ്ജ് 9 നാം പോയി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഹാജിമാര് ഒന്നിച്ചു നിൽക്കുന്ന അറഫാത്ത് മൈതാനം, അതുപോലെ തന്നെ രാത്രി താമസിക്കുന്ന മുസ്ദലിഫ, ശേഷമുള്ള ദിവസങ്ങളിൽ രാപ്പാർക്കുന്ന മിന, ആ മിനായുടെയും മുസ്ദലിഫയുടെയും അറഫാത്തിന്റെയും ഒക്കെ മലമടക്കുകളിലൂടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഹാജിമാര് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോ അവരുടെയൊക്കെ മനസ്സുകളിൽ പല ചരിത്രങ്ങളും കടന്നു വരികയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പൊന്നോമനപുത്രൻ ഇസ്മായിലിനെ അറുക്കുവാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് അത് പറയുകയും അതിന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അനുകൂലമായ മറുപടി നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം മകനെ ബലിയറുക്കുക എന്ന ഏറ്റവും വലിയ ത്യാഗത്തിന് പോലും തയ്യാറായ മണ്ണാണ് മിനായുടെ മലമടക്കുകൾ എന്ന് പറയുമ്പോ ആ കൃത്യമായ ഓർമ്മകൾ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് കയറി വരും, ഒരു സംശയവുമില്ല. പക്ഷേ അവിടെയും സർവലോക പരിപാലകനായ റബ്ബിനോടാണ് പ്രാർത്ഥനകൾ മുഴുവനും. അവനെയാണ് ധാരാളമായി നമ്മൾ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്, അവന്റെ പുണ്യമാണ് ഉദ്ദേശിക്കുന്നത്. മിനായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ 5 നേരത്തുള്ള നിസ്കാരങ്ങളതാ 4 റക്അത്തുള്ള നിസ്കാരങ്ങളൊക്കെ 2 റക്അത്താക്കി ചുരുക്കി അതാതിന്റെ സമയങ്ങളിൽ 5 നേരമായി തന്നെ നിർവഹിക്കുന്നു. അതേ അവസരത്തിൽ അറഫാത്തിൽ വെച്ച് അവൻ ളുഹറും അസറും ഒന്നിച്ച് ജംആക്കിയും അതുപോലെ തന്നെ ഖസറാക്കിയും നിർവഹിക്കുന്നു. അവിടെ നിന്ന് സൂര്യോദയം നടന്നു കഴിഞ്ഞാൽ മഗ്രിബ് നിസ്കരിക്കാതെ മുസ്ദലിഫയിലേക്ക് പോവുകയാണ്. മുസ്ദലിഫയിൽ അവൻ രാത്രി താമസിക്കുകയാണ് നേരം പുലരുവോളം. അവിടെ നിന്ന് വീണ്ടും അവൻ മിനായിലേക്ക് വരികയാണ്, വലിയ ജംറയിൽ എറിയുകയാണ്, അവൻ മുടിനീക്കുകയാണ്. ഇങ്ങനെയുള്ള ധാരാളം കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന മിനായും അറഫായും മുസ്ദലിഫയും. അവിടെ വെച്ച് പോലും സർവലോക പരിപാലകന്റെ തൗഹീദാണ് മനുഷ്യൻ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അറഫായുടെ ദിവസം ഹാജിമാര് പറയുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത്
ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനമാണ് ഹാജിമാരവിടെ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അറഫാത്തിന്റെ മൈതാനിയിൽ ശൈത്താൻ ഏറ്റവും കൂടുതൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന നേരമാണത്. കാരണം ലക്ഷക്കണക്കിന് ഹാജിമാര് ഒരേ വേഷത്തിലതാ സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവരുടെ കൈകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവര് സർവലോക പരിപാലകനായ റബ്ബിനോട് അവരുടേതായ കാര്യങ്ങൾ അവന്റെ മുമ്പിൽ മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തരം ഘട്ടങ്ങളിലും പുണ്യസ്ഥലങ്ങളിൽ വെച്ച് പോലും മിനായുടെ ടെന്റിലും അതുപോലെ തന്നെ അറഫാത്തിന്റെ ടെന്റിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ വെച്ചുകൊണ്ട് മഹാന്മാരുടെ മദ്ഹ് എന്ന പേരിൽ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പദ്യങ്ങൾ ചൊല്ലുന്നവർ, ഖവാലി സംഗീതം ആലപിക്കുന്ന ആളുകൾ, മിനായുടെ ടെന്റിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹ് പറയാനെന്ന പേരിൽ റസൂലുള്ളാഹിനെ വിളിച്ചു തേടുന്നവർ, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടുന്നവർ, ബദരീങ്ങളെ വിളിച്ചു തേടുന്നവർ, അതുപോലെ തന്നെ മഹാത്മാക്കളെ വിളിച്ചു തേടുന്നവർ, അവരുടേതായ അപദാനങ്ങൾ വാഴ്ത്തുന്നു എന്ന പേരിൽ കള്ളക്കഥകൾ പാരായണം ചെയ്യുന്നവർ, ഖവാലി സംഗീതങ്ങൾ ആലപിക്കുന്ന വിവിധ നാട്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രത്യേകമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടുള്ള പ്രത്യേകം ആളുകൾ, ഇങ്ങനെ ധാരാളക്കണക്കിനുള്ള വ്യത്യസ്തങ്ങളായ അനാചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു പഴുതുമില്ലാത്ത ഹജ്ജിന്റേതായ കർമ്മങ്ങളിൽ പോലും മിനയിൽ വെച്ചും ഇത്തരത്തിലുള്ള ടെന്റുകളിൽ വെച്ചുമൊക്കെ സർവലോക പരിപാലകനായ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, അവരോട് നരകവിമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന, അവരൊന്നും അള്ളയല്ല, അവരൊന്നും സൃഷ്ടാവല്ല എന്ന നിലക്കാണെങ്കിൽ ഏത് കാര്യത്തിന് വേണ്ടിയും അള്ളാഹുവിനോട് ചോദിക്കുന്നതൊക്കെ അവരോടും ചോദിക്കാമെന്ന നിലക്കുള്ള വിശ്വാസങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള ഹാജിമാര് അവരുടെ വിവരക്കേട് കാരണത്താൽ ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ ദുഷിച്ച പ്രബോധനങ്ങളിൽ വീണുകൊണ്ട് പലരും ആ പുണ്യഭൂമികളിൽ വെച്ച് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടകരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേ അവസരത്തിൽ മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ അതാ അവര് സർവലോക പരിപാലകനായ റബ്ബിനോട് അവരെ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രത്യേകമായ ദിവസം, അറഫാ ദിവസത്തിൽ അല്ലാഹു നരകാഗ്നിയിൽ നിന്ന് പാപികളായ ആളുകളെ മോചിപ്പിക്കുന്നത്ര മറ്റൊരു സമയങ്ങളിലും പാപികളെ മോചിപ്പിക്കുന്ന, നരകത്തിയിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ദിവസമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അവിടെ കിട്ടുന്ന സമയങ്ങളൊക്കെ വെറുതെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ബിനായിലും അറഫാത്തിലും മുസ്ദലിഫയിലും ഒക്കെ കിട്ടുന്ന അവസരങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന തന്റെ തൗഹീദിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്തിനെ ചോദിച്ചുകൊണ്ടും ദിക്റുകളും ദുആകളും ഒക്കെ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ടുമാണ് പുണ്യഭൂമികളിൽ നമ്മൾ സമയം തള്ളി നീക്കേണ്ടത്. അതുപോലെ തന്നെ ദുൽഹജ്ജ് 10 നമ്മൾ അറവ് നടത്തുന്നുണ്ട് ഹാജിമാര്. അതും പല ആളുകളും പല മസ്അലകളും പല ഫിഖ്ഹി മസ്അലകളും ഒക്കെ താങ്ങു പിടിച്ചുകൊണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയമുണ്ട് നബിതങ്ങളിലൂടെ, അത് ദുൽഹജ്ജ് 10 എന്ന് ആ വലിയ രൂപത്തിലുള്ള ജംറയുടെ മുമ്പിൽ പോയി ആ വലിയ ജംറയിൽ ഏറും നിർവഹിച്ചു കഴിഞ്ഞിട്ടാണ് അറവ് നടത്തേണ്ടതെങ്കിൽ ദുൽഹജ്ജ് 10 നടത്തേണ്ടുന്ന അറവ് ദുൽഹജ്ജിന്റെ മുമ്പുള്ള ദിവസങ്ങളിലേക്ക് 9-നും 8-നും 7-നുമൊക്കെ അറുത്ത് അതുപോലെ തന്നെ ആ മാംസം പാകം ചെയ്ത് ഭക്ഷിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് പുണ്യഭൂമിയിൽ കാണാൻ സാധിക്കും. അവരെന്തിന് ഹജ്ജിന് പോയി? അവരെന്തിന് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഹജ്ജിന് പോയി? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചതുപോലെ നിർവഹിക്കാനാവില്ലെങ്കിൽ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടാ പറഞ്ഞത്, ഖുദൂ അന്നീ മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ അനുഷ്ഠാന രീതികൾ മുഴുവനും നിങ്ങൾ എന്നിൽ നിന്ന് പകർത്തണേ, എന്നിൽ നിന്ന് പഠിച്ചോളണം. അത് സഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ഹജ്ജ് ലോകത്തോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വിരുദ്ധമായി അതിൽ പലതും കൂട്ടിച്ചേർത്തുകൊണ്ട് പലതിനെയും മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങും ഓ പ്രിയപ്പെട്ട ഹാജിമാരെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ ഹജ്ജിന്റെ പവിത്രതയെ നഷ്ടപ്പെടുത്തും. അത് നമ്മുടേതായ പ്രത്യേകമായ ഇഖ്ലാസിന് കളങ്കം വരുത്തും. ആ അറവ് നടത്തുന്നത് പോലും
ഇബ്രാഹിം നബിയുടെ ആണ്ടിനുള്ള അറവാണെന്ന് ദുർവ്യാഖ്യാനിക്കുന്ന പുരോഹിതന്മാരുണ്ട്. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ, സത്യത്തിലേക്ക് അവർക്ക് വഴി നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മെ റബ്ബ് അവന്റെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ആ ദുൽഹജ്ജ് 10 ഒക്കെ ഹജ്ജിനോടനുബന്ധിച്ചു കൊണ്ട് നടക്കുന്ന അറവുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മക്കുള്ള അറവാണ്. ഇവിടെ ബദരീങ്ങൾക്ക് വേണ്ടി അറവ് നടത്തുന്നു. അതുപോലെ തന്നെ ഓമാനൂർ ശുഹദാക്കൾക്ക് വേണ്ടി അറവ് നടത്തുന്നു. ഉള്ളാളത്തെ സയ്യിദ് മദനിയുടെ ദർഗയിൽ അറവ് നടത്തുന്നു. അതൊക്കെ ഇതിന്റെ മറപിടിച്ചുകൊണ്ടാണ്. അതിനൊക്കെ ഞങ്ങൾക്ക് ഇതാണ് തെളിവെന്ന് തട്ടിവിടുന്ന പല ആളുകളെയും കണ്ടേക്കാം. സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. ആ 10 നടക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുള്ള അറവായിരുന്നാലും, ബലിപെരുന്നാളിന് ലോക മുസ്ലിമീങ്ങൾ നടത്തുന്ന ഉളുഹിയത്ത് എന്ന അറവായിരുന്നാലും, അതൊക്കെ റബ്ബിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടുള്ള അറവല്ല. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള അറവല്ല. ഹാജറ ബീവിയിൽ നിന്ന് ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള അറവുമല്ല. മറിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ലേ, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി മാത്രം നിസ്കരിക്കൂ, അവന് വേണ്ടി മാത്രം ബലിയർപ്പണം നടത്തൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാത്തവരുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, റബ്ബല്ലാത്തവരിൽ നിന്ന് പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും മറവ് നടത്തുന്നുവെങ്കിൽ അവന് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേ അവസരത്തിൽ ഉലൂഹിയത്തിന്റെ അവസരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോയ ഒരു രംഗത്തിന്റെ ഓർമ്മയാണിതെന്ന് മനസ്സിൽ വരുന്നൊരു ശിർക്കാണോ? അല്ല. മറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പൊരുത്തമോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ല അറവ്. ഇത് അല്ലാഹുവിന്റെ 100% അവന്റെ പൊരുത്തവും അവനിൽ നിന്നുള്ള ബറക്കത്തും അവനിൽ നിന്നുള്ള റഹ്മത്തും അവനിൽ നിന്നുള്ള പുണ്യവും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പുണ്യഭൂമിയിൽ വെച്ച് ഹാജിമാർ അറുക്കുന്നതും മറ്റുള്ള പ്രദേശങ്ങളിൽ വെച്ച് ഹാജിമാരല്ലാത്തവർ അറുത്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിലെ ബലിയർപ്പണങ്ങളും എല്ലാം. അതൊക്കെ ദുർവ്യാഖ്യാനിച്ച് അവയിലേക്കൊക്കെ ജനങ്ങളെ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ട് ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന ശ്രമങ്ങളെ തിരിച്ചറിയണമെന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഹാജിമാരോട് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും തൗഹീദിൽ അധിഷ്ഠിതമാണ്, തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. മാത്രമല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഓരോ ചര്യകളെയും കൂട്ടാതെ കുറക്കാതെ അംഗീകരിക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന പ്രഖ്യാപനമാണ് ഹജ്ജിലുടനീളം അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 7 തവണ ചുറ്റണം എന്ന് പറഞ്ഞാൽ അവൻ 8 തവണയാക്കില്ല, 6 ആക്കി ചുരുക്കുന്നില്ല. തവാഫ് അവൻ കൃത്യമായി അതേ എണ്ണം തന്നെ പൂർത്തിയാക്കുന്നു. എന്താ കാരണം? എന്റെ നേതാവ് അങ്ങനെയാണ് പഠിപ്പിച്ചത്, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് ജീവിതത്തിലേക്ക് മുഴുവനും നിങ്ങൾക്ക് സന്ദേശമാണ്. ഹാജിമാരെ, നബിതങ്ങൾ പഠിപ്പിച്ചയിടത്ത് നിൽക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന പ്രഖ്യാപനം. 7 വട്ടം ചുറ്റാൻ പറഞ്ഞാൽ ഞാൻ 6 ആക്കുകയില്ല, 8 ആക്കി വർദ്ധിപ്പിക്കുകയുമില്ല. സഫാ മർവക്കിടയിൽ 7 തവണ നടക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഹാജിയും അത് 6 ആക്കി ചുരുക്കുന്നില്ല, 8 ആക്കി വർദ്ധിപ്പിക്കുന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എണ്ണം അങ്ങനെ തന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന മെസ്സേജാണ്, സന്ദേശമാണ് പ്രായോഗികമായ രൂപത്തിൽ തന്നെയാണ് ഹാജിമാര് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതാ ജംറകളിൽ എറിയുന്ന വേളയിൽ ആ കവരെ പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട പ്രത്യേക സ്ഥലങ്ങളിൽ 7 തവണ വീതം അവൻ കല്ലെറിയുകയാണ്. ആ കല്ല് മുസ്ദലിഫയിൽ വെച്ച് തന്നെ പെറുക്കിയെടുക്കണമെന്നും ആ കല്ല് പ്രത്യേകം കഴുകി ശുദ്ധിയാക്കണമെന്നുമൊക്കെ പല പ്രദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഹാജിമാര് തെറ്റിദ്ധരിക്കുന്നത് കാണാം. അത് ശരിയല്ല. നിങ്ങൾക്ക് എവിടെ വെച്ചും കല്ല് പെറുക്കാം. ആ കല്ല് പ്രത്യേകം കഴുകേണ്ട കാര്യമില്ല. 7 തവണയാണ് നിങ്ങൾ എറിയേണ്ടത്. ഓരോ തവണയും അള്ളാഹുവിന്റെ നാമമാണ് ഉച്ചരിക്കേണ്ടത്. ശൈത്താനാണ് ഈ നിൽക്കുന്നത് എന്ന രൂപത്തിൽ ശൈത്താനെ എറിയുകയാണ്. ബഡാ ശൈത്താൻ, ചോട്ടാ ശൈത്താൻ എന്നൊക്കെ പേര് പറഞ്ഞ് വലിയ ശൈത്താൻ, അതുപോലെ തന്നെ ഒരു മീഡിയം ശൈത്താൻ, ചെറിയ ശൈത്താൻ എന്നൊക്കെ പറഞ്ഞ് എറിയുമ്പോൾ ചീത്ത പറഞ്ഞ് എറിയുകയും ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള എറിയാൻ നിർണയിച്ചിട്ടുള്ള ആ കടലമലിയോളം വലിപ്പത്തിലുള്ള കല്ലുകളേക്കാൾ വലിയ കല്ലുകൾ എടുത്തെറിയുകയും ചെരുപ്പുകളും കുടയുമൊക്കെ എടുത്തുകൊണ്ട് രോഷത്തോടുകൂടെ എറിയുകയുമൊക്കെ ചെയ്യുന്ന അനിസ്ലാമികമായ സമ്പ്രദായങ്ങൾ പുണ്യഭൂമിയിൽ കാണാൻ സാധിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാര് തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ ഇസ്ലാമാണെന്ന് ധരിക്കരുത്. അതൊക്കെ വിവരക്കേട് കൊണ്ട് ആളുകൾ ചെയ്യുന്നതാണ്. നബി തങ്ങൾ പഠിപ്പിച്ച സമ്പ്രദായങ്ങളല്ല.
മറിച്ച് ഒരു കടലമണിയോളം വലിപ്പമുള്ള കല്ലുകൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എറിയുകയും ദുആ ഇരക്കുകയുമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ 7 എറിയാൻ കൽപ്പിച്ചയിടത്ത് 6 കല്ലെറിഞ്ഞാൽ പോരാ, 8 10 ഒന്നിച്ചെറിയാനും പാടില്ല. അവിടെയൊക്കെ നോക്കൂ, ഏതൊരു ഘട്ടത്തിലും എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയിടത്ത് അനുസരണയുള്ള ഒരു കൃത്യമായ അള്ളാഹുവിന്റെ അടിമയായി നിൽക്കാൻ ഞാൻ സന്നദ്ധനാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ പ്രഖ്യാപനത്തോട് കൂറ് പുലർത്തുകയാണ് ഹാജിമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തൗഹീദിന്റെ സന്ദേശം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ സന്ദേശം, ആ സന്ദേശമാണ് ഹജ്ജിലുടനീളം നമ്മൾ പകർത്തിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ചു കഴിഞ്ഞ് നമ്മളതാ മദീന സന്ദർശനത്തിന് ഹാജിമാര് പോകാറുണ്ട്. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്, ഹജ്ജ് ശരിയാകണമെങ്കിൽ, ഉംറ ശരിയാകണമെങ്കിൽ മദീനത്ത് പോയേ പറ്റൂ, മദീനത്ത് പോയി സിയാറത്ത് ചെയ്യൽ ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ ഒരു ഷർത്താണെന്ന് തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. പക്ഷേ അത് ശരിയല്ല. അതേ അവസരത്തിൽ ഒരാൾ മദീനത്ത് പോകുമ്പോ അവനവിടെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ അതിന് പ്രത്യേകമായ മഹത്വമുണ്ട്. മസ്ജിദുൽ ഹറാമിൽ 1,00,000 പുണ്യമാണ് ഒരു റക്അത്തിന് അവിടെ കിട്ടുന്നതെങ്കിൽ മദീനത്തെ പള്ളിയിൽ അത് 1000 ചുരുങ്ങുകയാണ്. അതെ, എന്തായിരുന്നാലും ലോകത്ത് 3 പള്ളികളിൽ മാത്രമാണ് പ്രത്യേകം പുണ്യം നിശ്ചയിക്കപ്പെട്ട പള്ളികളുള്ളത്. ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാം ആണെങ്കിൽ, രണ്ടാമത്തത് മദീനയിലെ മസ്ജിദുൻ നബവിയാണെങ്കിൽ, മൂന്നാമത്തത് ഇന്ന് ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസ് ആണ്. ആ 3 പള്ളികളല്ലാത്ത മറ്റു പള്ളികളിൽ പ്രത്യേകമായിട്ട് അധിക പുണ്യം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അതേ അവസരത്തിൽ മദീനയിൽ പോകുന്ന ഹാജിമാര് അവിടെയുള്ള ഖുബാ പള്ളിയിൽ, ആ ഖുബാ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കുന്നത് ഒരു ഉംറക്ക് സമാനമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രവൃത്തിപരത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടുത്തെ വാക്കുകളിലൂടെ അതിന് പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട്. ഈ അർത്ഥത്തിലൊക്കെ സഹോദരന്മാരെ, മദീനയിലെത്തുമ്പോ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള ആ മദീനയിൽ നബി തങ്ങളുടെ ഖബറും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുള്ള ഒരു റൂമുണ്ട്. ആ റൂം, അതിന്റെ അകത്തേക്ക് ഒരാൾക്കും പ്രവേശനമില്ല, അതിന്റെ അകത്തേക്ക് കാണാനുള്ള ദ്വാരം പോലുമില്ല. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ ജാറം ഞാൻ കണ്ടു എന്ന് ആരെങ്കിലും ഹാജിമാര് പറയുന്നുവെങ്കിൽ കളവാണത്. ആരുടെ ഖബറും അവിടെ കാണാനാവില്ല. 4-5 ഭിത്തികൾക്കപ്പുറത്ത് മറയിടപ്പെട്ട നിലക്കാണ് ആ ഖബറുകൾ ഉള്ളത്. ആ ഖബറുകളൊന്നും കെട്ടിയുയർത്തപ്പെട്ട നിലക്കല്ല സഹാബിമാര് നിർമ്മിച്ചത്. ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഖബർ ആരുടേതും ഉയർത്താൻ പാടില്ലെന്ന നിയമം സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിടത്തിലും പാലിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടത്തിലും പാലിച്ചിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടത്തിലും പാലിച്ചിട്ടുണ്ട്. ആ ഖബറുള്ള റൂമിന്റെ പുറത്തുകൂടെ സിയാറത്തിന് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മൾ സലാം ചൊല്ലുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സലാം ചൊല്ലുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സലാം ചൊല്ലുന്നു. അവർക്കൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ അവർക്കുള്ള സലാമുകൾ എന്ന് പറയുന്നത്. അവിടെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രവാചകരെ എന്നെ രക്ഷിക്കണേ, യാ റസൂലല്ലാഹ് എന്നെ കാക്കണേ, എന്റെ രോഗം ശിഫയാക്കണേ, എന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരണേ എന്ന് മദീനത്ത് പോയിക്കൊണ്ടോ അല്ലാതെയോ എവിടെയെങ്കിലും ഭാഗത്തു നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ രീതി പാടില്ല. അവിടെ എത്തുന്ന ഒരു വ്യക്തിക്ക് ആ ഖബർ കാണാനോ തൊടാനോ ചുംബിക്കാനോ സാധ്യമാവില്ലെന്ന് നമ്മൾ പറഞ്ഞു. അതേ അവസരത്തിൽ ആ ഖബറുള്ള റൂമിന്റെ 4-5 ഭിത്തികൾക്ക് ഇപ്പുറമുള്ള അതിന്റെ ചുമരുകളിലോ ഗ്രിൽസുകളിലോ തൊടാൻ പോലും അനുവാദമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള റൂമിന്റെ സമീപത്ത് ചെല്ലുമ്പോ അതപോടെ മാറി നിൽക്കണം. അവിടെ തൊടാനോ ആ ഗ്രിൽസുകളിലോ ചുമരുകളിലോ തൊടാനോ കൈകൊണ്ട് തൊടാനോ വസ്ത്രമെറിയാനോ വസ്ത്രം കൊണ്ട് തടവാനോ ഒന്നിനും അനുവാദമില്ല. അതിലൊക്കെ ബർക്കത്തുണ്ടെന്നുള്ള ധാരണ ആരൊക്കെയോ പിൽക്കാലത്തുണ്ടാക്കിയ അബദ്ധ ധാരണകളാണ്. മറിച്ചവിടെ എത്തുമ്പോൾ ഇസ്ലാം പറഞ്ഞതുപോലെ നിശ്ചയിക്കപ്പെട്ട നിലക്ക് അതപോടുകൂടി ആ സിയാറത്തിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് അവിടെ സലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. വിശുദ്ധമായ ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് നബി തങ്ങളോടല്ല, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോടല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടല്ല. അതുപോലെ തന്നെ കുറച്ചപ്പുറത്തുള്ള ബഖീ എന്ന് പറയുന്ന
ആയിരക്കണക്കിന് സഹാബത്തും മഹാന്മാരുടെയും ഒക്കെ ഖബറുകളുള്ള ബഖീഉൽ ഖർഖദ് എന്ന് പറയുന്ന മദീനയിലുള്ള പൊതുമഖ്ബറ, അവിടെ പോകുമ്പോഴും ഖബറാളികൾക്കുള്ള ആ സലാം രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലാതെ അവരെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയോ അവരോട് നേരിട്ട് സഹായം തേടുന്ന രീതിയോ അതല്ലെങ്കിൽ അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് പറഞ്ഞുകൊണ്ടുള്ള രീതിയോ ബഖീഉ സന്ദർശനത്തിന്റെ വേളയിലും പാടില്ല. ഉഹദ് ശുഹദാക്കൾ മറപെട്ട് കിടക്കുന്ന ഉഹദ് രണാങ്കണത്തിന്റെ ഭാഗത്ത് പോകുമ്പോഴും പാടില്ല. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴും പാടില്ല. അവിടെയൊക്കെ ഖബർ സിയാറത്തിന്റെ ഇസ്ലാം പഠിപ്പിച്ച മാനങ്ങൾ എന്താണോ അതാണ് ഒരു മുസ്ലിം നിർവഹിക്കേണ്ടത്. ഇങ്ങനെ സഹോദരന്മാരെ, എവിടെയൊക്കെ തൊടൽ സുന്നത്തുണ്ടോ അവിടെയല്ലാത്ത ഒരു തൊടലും തടവലും മദീനത്തെ പള്ളിയിലും അങ്ങനെ പ്രത്യേകമായി തൊടലും തടവലും സുന്നത്തുള്ള തൂണുകളില്ല, മിമ്പറുകളില്ല, മിഹ്റാബുകളില്ല, ചുവരുകളില്ല. അതേ അവസരത്തിൽ അവിടുന്ന് പുണ്യം പറഞ്ഞ ഒരു സ്ഥലമുണ്ടല്ലോ, അതേ മാബൈന ബൈതി വ മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, ഞാൻ താമസിക്കുന്ന എന്റെ വീടിന്റെയും ഞാൻ ഖുത്ബ നിർവഹിച്ചിരുന്ന എന്റെ മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം അവിടെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. അവിടെ ഏതാ ആളുകൾ ഇരുന്ന് ദുആ ഇരക്കുന്നത് കാണാം, ഖുർആൻ ഓതുന്നത് കാണാം. അതൊക്കെയല്ലാതെ അവിടെ പ്രത്യേകമായ കർമ്മങ്ങൾ ചെയ്യാനോ അവിടെ തൊടാനോ മുത്താനോ ചുംബിക്കാനോ പഴയ മിമ്പറാണ് മിഹ്റാബാണെന്ന നിലക്ക് ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് വല്ലതും ചെയ്യാനോ അവിടെയൊന്നും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ലെന്ന് നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, പരിശുദ്ധമായ ഹറമുകളിൽ മക്കത്തെ ഹറമിലും മദീനത്തെ ഹറമിലുമൊക്കെ താമസിക്കുന്ന ഹാജിമാര് മനസ്സിലാക്കണം, നിങ്ങൾ ടൂർ പോയതല്ല. നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഏതു ഭാഗത്തേക്കും ടൂർ പോകാമല്ലോ. അതേ അവസരത്തിൽ നിങ്ങൾ ആ പുണ്യഭൂമിയിൽ പോയത് ഒരിക്കലും അവിടുത്തെ പുണ്യം നഷ്ടപ്പെടുത്തുന്ന നിലയ്ക്ക് നിങ്ങൾ കറങ്ങി നടക്കാൻ ഇടവരരുത്. ജിദ്ദയിൽ കുടുംബത്തെ കാണാനെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ 5 നേര നിസ്കാരം നഷ്ടപ്പെടുത്തി ഒരു നേരത്തെ നിസ്കാരം നിങ്ങൾക്ക് ഹറമിൽ നഷ്ടപ്പെട്ടാൽ ഹാജിമാരെ, അത് ലക്ഷക്കണക്കിന് ദിർഹമും ദീനാറും രൂപയും ഡോളറും ചെലവഴിച്ചാലും ഭൂമിയുടെ ഒരു കോണിൽ പോയി നിസ്കരിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവിടെ താമസിക്കുന്ന കാലയളവിൽ ഒരു ജമാഅത്തും നിങ്ങൾക്ക് ഹറമുകളിൽ നഷ്ടപ്പെടരുത്. 1,00,000 മടങ്ങ് പ്രതിഫലമുള്ള മക്കയിലാണെങ്കിലും 1000 മടങ്ങ് പുണ്യമുള്ള മദീനത്തെ പള്ളിയിലാണെങ്കിലും ഒരു നേരത്തെ ജമാഅത്തും മുടങ്ങാതെ നിർവഹിക്കണം. അധിക സമയവും പള്ളികളിൽ തന്നെ കഴിച്ചു കൂട്ടാൻ നിങ്ങൾ തയ്യാറാവണം. ഖുർആൻ ഓതണം, ദിക്റുകൾ ചൊല്ലണം, ദുആകൾ അധികരിപ്പിക്കണം. ധാരാളമായി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഹറമുകളിലേക്ക് ഹജ്ജിന് പോകുന്ന സഹോദരിമാരോട്, നിങ്ങൾക്ക് പള്ളി ഹറാമാണ് പെണ്ണേ. മസ്ജിദുൽ ഹറാമിലേക്ക് നിസ്കരിക്കാൻ പോകാതെ റൂമിൽ തടഞ്ഞിടുന്ന ആളുകളുണ്ട്. മദീനത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വിടാതെ റൂമിൽ തടഞ്ഞിടുന്ന പെണ്ണുങ്ങള്, അത്തരത്തിലുള്ള പാവങ്ങളായ പെണ്ണുങ്ങളുണ്ട്, തടയിടപ്പെടുന്ന. മനസ്സിലാക്കി വെക്കണം, ഇസ്ലാമിന്റെ പ്രവാചകൻ അവിടുന്ന് മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ബൈത്തുൽ മുഖദ്ദസിലുമൊക്കെ അന്ന് തൊട്ട് ഇന്ന് വരെ പെണ്ണുങ്ങൾ ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്നുണ്ട്. അത് ഇസ്ലാം ഒരിക്കലും നിഷിദ്ധമാക്കിയതല്ല. പെണ്ണിന് പള്ളി ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചവിടെ എത്തിയിട്ടുള്ള ഉമ്മമാരെ ഹറമിലേക്ക് നിസ്കരിക്കാൻ വിടാതെ റൂമിലും ടെന്റുകളിലുമൊക്കെ തടഞ്ഞു നിർത്തുന്ന ആളുകളുണ്ട്. അത് പാതകമാണ്. അതൊരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പോകാൻ ഉദ്ദേശിക്കുന്നവര് പോകട്ടെ, ഇസ്ലാം അവർക്ക് അനുവാദം കൊടുത്തതാണ്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന്, ആ ദൈവികമായ ഭവനങ്ങളിൽ നിന്ന് ആ ദൈവത്തിന്റെ അല്ലാഹുവിന്റെ ദാസികളെ നിങ്ങൾ തടയരുതേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ ആ പുണ്യങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ ചുറ്റിക്കറങ്ങി നടന്ന് ആ ഹറമിന്റെ ബൗണ്ടറികളിൽ വെച്ച് പോലും പുകവലിക്കുന്ന ആളുകളുണ്ട്. ഇക്കാലഘട്ടത്തിൽ മൊബൈലുകൾ ഉള്ളവരാണ്, വാട്സപ്പുകൾ ഉള്ളവരാണ്, ഫേസ്ബുക്ക് ഉള്ളവരാണ്. ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സഅയ് നടത്തുമ്പോഴും അങ്ങനെ വിശുദ്ധമായ ഇഖ്ലാസോടെ നിർവഹിക്കേണ്ടുന്ന കർമ്മങ്ങൾ നിർവഹിക്കുന്ന നേരത്ത് പോലും മറ്റുള്ളവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്ന ആളുകൾ, സ്വയമായി കൊണ്ട് തന്നെ സെൽഫി എടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്ന ആളുകൾ, ശ്രദ്ധിച്ചോളണം. പുണ്യപ്രദേശങ്ങളിൽ നിങ്ങൾ അതിരുപോയതല്ല, നിങ്ങൾ ടൂർ പോയതല്ല. നിങ്ങൾ നിങ്ങളുടെ ഇബാദത്ത് മറ്റുള്ളവരെ കാണിക്കാൻ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ സെൻഡ് ചെയ്യേണ്ടവരല്ല, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യേണ്ടവരല്ല. നിങ്ങൾ സർവ്വലോക പരിപാലകനായ റബ്ബിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്
അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഹാജിമാരാണ്. അവന് വേണ്ടി മാത്രമാണ്. ആ നിലക്ക് നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്ന യാതൊന്നുമില്ലാതെ വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഇബാദത്തുകൾ അത് ഫലപ്പെടുന്ന നിലക്കായി തീരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനമുരുകിക്കൊണ്ട് സർവ്വലോക പരിപാലകനോട് തേടേണ്ടതുണ്ട്. പുകവലിക്കുന്ന ആളുകൾ അവിടെ പോയിട്ട് പോലും പുകവലിക്കുന്നവരുണ്ട്. ഹറാമല്ലേ ആ സംഗതി? അതുപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖത്തുള്ള താടി വടിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യമല്ലേ? അതുപോലെ പുണ്യഭൂമിയിൽ വെച്ച് ഇതിനെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളില്ലേ? ഹാജിമാരെ മനസ്സിലാക്കണം, അവിടെ വെച്ച് അള്ളാഹു തന്റെ പൊന്നോമന പുത്രന്റെ കഴുത്ത് വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ, ബലിയറുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കൈപിടിച്ചുകൊണ്ട് മിനായുടെ മലമടക്കുകളിൽ പോയി കത്തിവെക്കാൻ തയ്യാറായ മണ്ണിൽ പോയി വരുന്ന നിങ്ങൾക്ക് പടച്ച റബ്ബ് നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധാരാളക്കണക്കിന് ഹദീസുകളിൽ കാണുന്നില്ലേ? താടി വളർത്തണേ മുസ്ലിമീങ്ങളെ, താടി നിങ്ങൾ വളരാൻ വിടണേ എന്ന് പറയുന്ന ആ കൽപ്പന പോലും സ്വീകരിക്കാൻ മനസ്സില്ലാതെ ക്ലീൻ ഷേവ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഹജ്ജിലൂടെ എന്ത് പാഠമാ പ്രിയമുള്ളവരെ നമ്മൾ നേടിയത്? എന്ത് ത്യാഗമനസ്ഥിതിയായി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ചരിത്രത്തിൽ നിന്ന് നമ്മൾ നേടിയത്. അതുകൊണ്ട് കൃത്യമായി തന്നെ പ്രിയമുള്ളവരെ അവിടെ വെച്ചുകൊണ്ട് മനമുരുകിക്കൊണ്ട് തേടിക്കൊണ്ടിരിക്കണം. റബ്ബേ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളൊക്കെ സ്വീകരിക്കണേ, ഇനി വരാനിരിക്കുന്ന അമലുകളൊക്കെ ആഫിയത്തോടെ ചെയ്യാൻ കഴിയണേ, സ്വീകരിക്കണേ അല്ലാ. കാരണം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട്, ഒരുപാട് ദിവസത്തെ അധ്വാനം ചെലവഴിച്ചുകൊണ്ട്, ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ടാണ് സ്ത്രീ പുരുഷന്മാര് പുണ്യഭൂമിയിലേക്ക് ഹജ്ജിന് വേണ്ടി പോയിട്ടുള്ളത്. അതവർക്ക് മുതലാക്കാൻ സാധിക്കണം. ആ കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥയാകരുത്, ആ സമയം നഷ്ടപ്പെടുന്ന അവസ്ഥയാകരുത്. മറിച്ച് റബ്ബിന് വേണ്ടി നിർവഹിക്കുന്ന ആ കൃത്യമായ ഇബാദത്ത് സ്വർഗത്തിലെത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്ക് കാരണമാകണം. തന്റെ പാപക്കറകൾ മുഴുവനും വൃത്തിയായി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ഉമ്മ പ്രസവിച്ച 1-ാം തീയതിയിലെ ശിശുവിന്റെ ഹൃദയ സമാനമായ കളങ്കമില്ലാത്ത ഹൃദയത്തിന്റെ വക്താവായി ജീവിച്ച് മരിക്കാൻ എനിക്ക് സാധിക്കണമെന്ന് നിരന്തരമായി പുണ്യഭൂമികളിൽ വെച്ച് മനമുരുകിക്കൊണ്ട് പ്രാർത്ഥിച്ച്, തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, തന്റെ സാന്നിധ്യത്തിലില്ലാത്ത സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അതേ പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ദുആ ചെയ്യണേ, പലർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ മലക്കുകളുണ്ട്. ആമീൻ ആമീൻ എന്ന് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആമീൻ പറയുന്ന മലക്കുകളുണ്ട്. നിങ്ങൾക്കും അതുപോലെ ഖൈർ അല്ലാഹു ചൊരിഞ്ഞു തരുമാറാകട്ടെ എന്ന് ആശംസിക്കുന്ന മലക്കുകൾ അവിടെയുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പുണ്യഭൂമികളിൽ കിട്ടുന്ന അവസരങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ജനാസ നിസ്കരിക്കാൻ അവസരം വീണ് കിട്ടുന്ന പള്ളികളാണത്. 2 ഹറമുകളിലും 5 നേരവും അതാ ധാരാളക്കണക്കിന് ജനാസകൾ നമ്മുടെ മുമ്പിലെത്തും. മയ്യത്ത് നിസ്കാരത്തിന്റെ പുണ്യം നമുക്കറിയാം. വഹദ് മലയോളം വലിപ്പമുള്ള മഹത്വമാണ് ജനാസ നിസ്കാരത്തിനുള്ളതെങ്കിൽ 5 നേരവും നിസ്കരിക്കാൻ ഹറമുകളിൽ നമുക്ക് ജനാസ നിസ്കാരത്തിന് അവസരം ഹജ്ജിന്റെ അവസരത്തിൽ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് ജനാസ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു പോകണം. അതല്ലാതെ നമുക്ക് ആ പുണ്യം കിട്ടുകയില്ല. അതുകൂടി അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ കർമ്മങ്ങളൊക്കെ കൃത്യമായി അതിന്റെ തനതായ രൂപത്തിൽ നിർവഹിച്ച് വീട്ടിലെത്തുന്നത് വരെ ഇസ്ലാം പറഞ്ഞ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടിരിക്കണം. ചിലരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖേദകരമായ അവസ്ഥ കാണിക്കുന്നത് കാണാം. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും ഉള്ളാളത്തും പുത്തമ്പള്ളിയിലും അങ്ങനെ മഹത്തുക്കളുടേതെന്ന് പറയപ്പെടുന്ന ജാറങ്ങളിലും മക്കാമുകളിലും ദർഗകളിലുമൊക്കെ ഊരു ചുറ്റിയിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ, ഓ പ്രിയപ്പെട്ട ഹാജിമാരെ, നിങ്ങൾ എന്തിനാ ലക്ഷങ്ങൾ മുടക്കി പുണ്യഭൂമിയിലേക്ക് പോയത്? നിങ്ങൾ എന്തിനാ ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലിയത്? നിങ്ങൾ എന്തിനാ ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചത്? അതുകൊണ്ട് തന്നെ മുഴുവൻ കാര്യങ്ങളും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആദർശത്തിൽ അടിസ്ഥിതമായ നിലക്ക് അതിൻ്റെതായ പ്രഖ്യാപനങ്ങളും ആ സന്ദേശം പകർത്തിയെടുക്കുന്ന നിലക്കുമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്, നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതിന് വിരുദ്ധമാകുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതെ നമ്മുടെ ഈ പരിപാവനമായ കർമ്മത്തെ മാറ്റിയെടുക്കാൻ, അത് നിർവഹിക്കാൻ, അതിനുള്ള തൗഫീഖിന് വേണ്ടി നിരന്തരമായി
നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട്, പ്രിയപ്പെട്ട ഹാജിമാരെ, നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞ അതല്ലെങ്കിൽ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന അമലുകൾ മുഴുവനും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മുൻകാലങ്ങളിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഹജ്ജിനെയും ഉംറയെയും കർമ്മങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വരാൻ പോകുന്ന ആ പ്രത്യേകമായ ഇബാദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അത് നിർവഹിച്ചു വരുവാനുള്ള ആഫിയത്തും അതുപോലെ തന്നെ ആയുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.